രോഗശാന്തിക്കായി, വിടുതലിനായി, നിത്യരക്ഷയ്ക്കായി, നിത്യജീവനായി, എല്ലാറ്റിനുമായി, എനിക്കെല്ലാമായി യേശു മാത്രമേ ഉള്ളൂ. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങളിൽ പറയുന്നു, 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. കഴിഞ്ഞ 12-ലധികം വർഷമായി രക്തസ്രവമുള്ള ആ മകൾ, ആ സ്ത്രീ പല വൈദ്യന്മാരെയും കൊണ്ടും ചികിത്സിപ്പിച്ചിട്ടും വീടും വസ്തുവും എഴുതി വിറ്റ് ചികിത്സിപ്പിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന മകൾ യേശു കർത്താവ് തൻ്റെ പട്ടണത്തിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും എന്ന് വിശ്വസിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെയുള്ള ആ ചുവടുവെപ്പ് പിഴച്ചില്ല. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ട ഉടൻ തന്നെ പുരുഷാരത്തിൻ്റെ ഇടയിലാണ് ക്രിസ്തു നിൽക്കുന്നതെങ്കിലും ദൈവശക്തി അവൾക്ക് വേണ്ടി മാത്രം അവനിൽ നിന്ന് അവളിലേക്ക് പ്രവഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എൻ്റെ ക്ഷീണിത അവസ്ഥയിൽ, എൻ്റെ രോഗാവസ്ഥയിൽ മറ്റാരെയും ഞാനൊരു വൈദ്യനായി കാണുന്നില്ല. എൻ്റെ കർത്താവെ, എൻ്റെ പ്രതിസന്ധികളെ, എൻ്റെ ആവശ്യങ്ങളെ അങ്ങയ്ക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ഉള്ളിൽ സമാധാനം തരുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വാസത്തോടെ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക്, ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും മങ്ങലേൽക്കത്തില്ല. ദൈവത്തെ കാത്തിരുന്ന ഒരൊറ്റ വ്യക്തികളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ പാട്ടും പ്രസംഗം എന്ന പ്രോഗ്രാമിൽ ഈ ഗാനം ആലപിച്ചതിന് ശേഷം ഈ മെസ്സേജ് നിങ്ങൾക്ക് നൽകി തരുമ്പോൾ എൻ്റെ അകത്ത് വല്ലാത്തൊരു വിശ്വാസം ഇങ്ങനെ പൊങ്ങി വരികയാണ്. കർത്താവ് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന പലരെയും സൗഖ്യപ്പെടുത്തും എന്നുള്ളത്. കാരണം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സുഖപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകും. പൊന്നിനോടും വെള്ളിയോടും കൂടെ ഞാൻ അവരെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടാകുവാൻ ഞാൻ അനുവദിച്ചില്ല എന്ന് അരുളി ചെയ്തവനാകുന്ന ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ വൻ ക്ഷീണിത അവസ്ഥയിലും ഈ രോഗത്തിൻ്റെ അനുഭവത്തിലും വൈദ്യനായി, നല്ല സഖിയായി കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് ഇന്ന് ഇറങ്ങി വരികയാണ്. ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തെ, അത്ഭുതകരമായ വിടുതലിനെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരിൽ നീ അവിടുന്ന് അയക്കണമേ. അവർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു ദൈവ സമാധാനം ഇപ്പോൾ അവരുടെ ഉള്ളത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന, അങ്ങയുടെ സന്നിധിയിൽ കരയുന്ന ഈ പ്രിയ പൈതലിനെ അവിടുന്ന് സ്പർശിച്ച് വിടുവിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.